സ്കൂളിന്റെ മാനേജർ ശ്രീ കെ തങ്കച്ചൻ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് മൻസൂർ, MPTA പ്രസിഡന്റ് ദിവ്യ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, PTA മറ്റു ഭാരവാഹികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, നമ്മുടെ രാജ്യത്തിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണിന്ന്. ഏറെക്കാലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം തികച്ചും ജനകീയമായ ഒട്ടനവധിയായ സമരങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നാം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നാം തിരിച്ചെടുക്കുകയും ചെയ്ത ദിവസമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ മന്ത്രിസഭ ചുമതലയേൽക്കുകയും ചെയ്തു. നമുക്കെല്ലാം അറിയുന്നത് പോലെ പിന്നീട് ഏകദേശം 10 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും സുസ്ഥിരമായ, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഇന്നും ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന നമ്മുടെ മാതൃരാജ്യം, ഇവിടെ പ്രകാശ് മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഓർമ്മകളില്ല. അങ്ങനെ ഓർമ്മകളില്ലാത്ത നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ കളയേണ്ടി വന്ന ആളുകളെ കുറിച്ചുമെല്ലാം പഠിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. അതെല്ലാം ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആ മത്സരങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും എല്ലാറ്റിനും ഉപരി ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ പല ജാതിയിൽപ്പെട്ടവരുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല ഭാഷ നേരത്തെ അതുണ്ടായിരുന്നില്ല. പല ഭാഷ സംസാരിക്കുന്നവർ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് എല്ലാ ഭാഷയും സംസാരിക്കുന്നവർ ഉൾപ്പെടുന്നത്. അങ്ങനെ വ്യത്യാസങ്ങളുള്ള ഈ ആളുകളെല്ലാം ചേർന്നതാണ് എന്റെ ഇന്ത്യ എന്ന് മനസ്സിലാക്കുകയും ആ ഇന്ത്യ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേകം സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം ഇവിടെ വെച്ച് നടക്കും. ആ ക്വിസ് മത്സരത്തിന് ശേഷം ഈ ക്വിസ് മത്സരത്തിന് ആവശ്യമായ വിജയികൾക്ക് ആവശ്യമായ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ ജ്വല്ലറിയാണ്. അതിനുശേഷം ആ മത്സരം പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാവരും പായസം കൂടി കഴിച്ചതിന് ശേഷമാണ്, സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി അവസാനിപ്പിക്കുക. എല്ലാവർക്കും കൃത്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.